കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പ് വളരെ ആവേശകരമായിരുന്നു. 292 സീറ്റ് നേടിയാണ് NDA അധികാരത്തിലെത്തിയത്. BJPക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കാതിരുന്ന സാഹചര്യത്തിൽ സഖ്യകക്ഷികളായ JDUവും TDPയും പിടിച്ച സീറ്റുകളാണ് നിർണായകമായത്. ഇന്ത്യ മുന്നണിയുടെ പ്രകടനവും തിരഞ്ഞെടുപ്പിൽ ശ്രദ്ധേയമായിരുന്നു. ജമ്മു കാശ്മീർ, ഹരിയാന, ഡൽഹി തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പിലും അപ്രതീക്ഷിത വിജയങ്ങൾക്ക് സാക്ഷിയായി. കഴിഞ്ഞ ദിവസം നടന്ന ഡൽഹി തിരഞ്ഞെടുപ്പിലെ BJPയുടെ വിജയവും AAPയുടെ തോൽവിയും രാഷ്ട്രീയ ചർച്ചകൾക്കിടയാക്കി. ഒരു കാലത്ത് ഡൽഹി ഭരിച്ചിരുന്ന കോൺഗ്രസിന് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പോലും ലഭിച്ചില്ല എന്നത് ഞെട്ടലുണ്ടാക്കി. AAPയുടെ ഡൽഹിയിലെ തോൽവിയും പഞ്ചാബിലെ ആപ്പ് MLAമാർ കോൺഗ്രസിലേക്ക് പോകുന്നുവെന്ന വാർത്തകൾ എത്തിയതും ആം ആദ്മിയെയും അരവിന്ദ് കെജ്രിവാളിനെയും ആശങ്കയിലാക്കിയിരുന്നു. അത്തരത്തിൽ ദേശീയ രാഷ്ട്രീയം ട്വിസ്റ്റുകളിലൂടെ മുന്നോട്ടു പോകുമ്പോൾ ഇന്ത്യ ടുഡേ സീ വോട്ടർ മൂഡ് ഓഫ് ദി നേഷൻ അഭിപ്രായ സർവേ ഫലം കൂടി എത്തുകയാണ്. ഇപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടത്തിയാൽ BJPക്ക് മികച്ച വിജയം നേടാനാകുമെന്ന് ഇന്ത്യ ടുഡേ സീ വോട്ടർ മൂഡ് ഓഫ് ദി നേഷൻ അഭിപ്രായ സർവേ. ആകെയുള്ള 543 അംഗ ലോക്സഭയിൽ 343 സീറ്റുകളും NDA നേടുമെന്നാണ് സർവേയിൽ പറയുന്നത്. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 232 സീറ്റുകൾ നേടിയ ഇന്ത്യ സഖ്യത്തിന് 188 സീറ്റുകൾ മാത്രമേ ലഭിക്കൂ. 2025 ജനുവരി 2-നും ഫെബ്രുവരി 9-നും ഇടയിലാണ് ഇന്ത്യ ടുഡേ സീ വോട്ടർ മൂഡ് ഓഫ് ദി നേഷൻ സർവേ നടത്തിയത്. എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലെയും 1,25,123 വ്യക്തികളിലാണ് സർവേ നടത്തിയത്. ഇപ്പോൾ വോട്ടെടുപ്പ് നടന്നാൽ NDAയുടെ വോട്ട് വിഹിതം 3% വർദ്ധിച്ച് 47% ഉയരും. ഇന്ത്യ ബ്ലോക്കിനെ സംബന്ധിച്ചിടത്തോളം വോട്ട് വിഹിതത്തിൽ വെറും 1% വർധനവ് മാത്രമേ ഉണ്ടാകൂ. ഇന്ന് വോട്ടെടുപ്പ് നടന്നാൽ BJPക്ക് മാത്രം 281 സീറ്റുകൾ ലഭിക്കുമെന്ന് സർവേ പ്രവചിക്കുന്നുണ്ട്. BJPക്ക് മാത്രമായി 41% വോട്ട് ലഭിക്കും. വോട്ട് വിഹിതത്തിൽ 3% വർധനവാണ് BJPക്ക് ഉണ്ടാവുകയെന്നും അഭിപ്രായ സർവേയിൽ വ്യക്തമാക്കുന്നു. കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.